ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്റ്റെൻസിൽ വെച്ചിട്ട് എങ്ങനെയാണ് ബോ ഉണ്ടാക്കേണ്ടതെന്ന് കുറേ പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ടൈപ്പിലുള്ള എല്ലാ സ്റ്റെൻസിലും എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റും ഞാൻ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ വാട്സപ്പിൽ കാറ്റലോഗിൽ കൊടുക്കാം, അതുപോലെ തന്നെ ഗ്രൂപ്പിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇത് മേക്ക് ചെയ്യാനായിട്ട് ഞാനിതാ ഗ്ലിറ്റർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്ലിറ്റർ ഷീറ്റ് മാത്രമല്ല, ഫോം ഷീറ്റും ഫെൽറ്റ് ഷീറ്റും അതുപോലെ തന്നെ ലെതർ ഷീറ്റും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ബോ മേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ, വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കരുത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലത്തെ ഒരു സിസേഴ്സാണ്. അതുപോലെ തന്നെ ഒരു പെൻസിലോ പേനയോ എന്തെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതാ ഈ ഗ്ലിറ്റർ ഷീറ്റ് ഇങ്ങനെ തിരിച്ചു വെച്ചതിന് ശേഷം ഇങ്ങനത്തെ ഒരു സ്റ്റെൻസിൽ എടുക്കാം. ഈ സ്റ്റെൻസിൽ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടാവും കുറേ പേര്, അതുകൊണ്ടായിരിക്കും മെസ്സേജൊക്കെ വന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ഫസ്റ്റ് ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതിൽ കാണിക്കുന്ന എല്ലാ സ്റ്റെൻസിൽ വെച്ചിട്ടും ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഇതാണ്. അപ്പോൾ ഇതേപോലെ സ്റ്റെൻസിൽ നമ്മൾ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു പെൻസിൽ ഉപയോഗിച്ച് വരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പം നല്ല വൃത്തിക്കും നീറ്റായിട്ടും നമുക്കിത് കിട്ടും. കണ്ടില്ലേ, നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടില്ലേ. സെയിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പിന്നെ പെർഫെക്ഷൻ കിട്ടും. അതേ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ നമ്മൾ സാധാ പോലെ വരയ്ക്കുകയാണെങ്കിൽ ഒരളവും കാര്യങ്ങളും ഇല്ലാതെ നീറ്റായിട്ട് കിട്ടില്ല കേട്ടോ. സ്റ്റെൻസിൽ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നല്ല വൃത്തി കിട്ടും. എന്നിട്ട് നമുക്കിതാ ഇതേപോലെ ഒരു സിസർ വെച്ചിട്ട് നല്ല വൃത്തിക്കൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. കത്രികയോ അല്ലെങ്കിൽ നമുക്ക് ബ്ലേഡോ ഒക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ബ്ലേഡ് ആകുമ്പോൾ ഒന്നുകൂടി നല്ല വൃത്തിക്ക് കിട്ടും. ഇതിപ്പോൾ വലിയ കത്രികയാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് തന്നെ ഇത് പാളിപ്പോവോന്ന് പേടിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്കൊക്കെ. അപ്പോൾ ഇതേ രീതിയിൽ വളരെ ശ്രദ്ധിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത് ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. ഇത് ഒട്ടിക്കാനായിട്ട് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ഗ്ലൂ ഗണ്ണ് സ്റ്റോക്ക് ഔട്ടായിപ്പോയി, അതുകൊണ്ട് തന്നെ ഞാൻ സാധാ ഉപയോഗിക്കുന്ന ഗ്ലൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പിന്നെ ബോക്ക മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫെൽറ്റ് ഷീറ്റും ഫോം ഷീറ്റൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഓരോ ഫ്ലവറും ഇതേപോലത്തെ സ്റ്റെൻസിൽ ഉപയോഗിച്ചിട്ടുള്ള ബോയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒട്ടിക്കാനായിട്ട് ഗ്ലൂ ഗണ്ണായിരിക്കും കേട്ടോ ഒന്നുകൂടെ നല്ലത്. കാരണം ഈ ഫെൽറ്റ് ഷീറ്റിൻ്റെ ഗ്ലിറ്റർ ഇളകിപ്പോരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി ഉള്ള ഒരു പീസിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നടുക്ക് വെക്കാനായിട്ടാണ് ഈ പീസ് എടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം. ഈ എൻ്റെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഈ കാണുന്ന സ്റ്റെൻസിലിൻ്റെ കൂടെ ഇങ്ങനെയുള്ള പീസ് വന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തത്. ചിലതിൻ്റെയൊക്കെ കൂടെ അതിൻ്റെ പീസ് തന്നെ കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഗ്ലൂ ഗണ്ണിൻ്റെ പിന്നെ ഗ്ലൂ ട്യൂബ് സ്റ്റോക്ക് ഔട്ടായി കഴിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഈ ഗ്ലൂ ആണ് കേട്ടോ എടുത്തത്. അതുകൊണ്ട് തന്നെ ഒരു നീറ്റായിട്ട് ഒട്ടുന്നില്ല, കുറേ ടൈം എടുക്കണം ഇത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോം ഷീറ്റിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് നിങ്ങൾ ഗ്ലൂ ഗണ്ണിനെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ കുറേ ടൈം എടുത്തു ഞാനിത് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പിടിച്ച് നിൽക്കണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ, മറക്കരുത്. ഇപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം അത് നന്നായി ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അലിഗേറ്റർ ക്ലിപ്പ് അല്ലാതെ നമുക്ക് ഹെയർ ബാൻഡിലേക്കും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ.
ഇങ്ങനത്തെ ഗ്ലൂ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും അത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതാ ഇതേപോലെ നടുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചതില്ലേ അത് ഇതേപോലെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇതേ രീതിയിൽ വെച്ചതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് പിന്നെ ഈ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ഉള്ളിലൂടെ വേണം നമുക്കിത് എടുക്കാനായിട്ട്. അപ്പോൾ ഉള്ളിലും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്കിത് രണ്ടും ഇതിൻ്റെ നടുക്ക് വരുന്ന രീതിയിൽ ആക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല ടൈറ്റിൽ തന്നെ നിന്നോളും. കണ്ടില്ലേ, ഇതേ രീതിയിലാണ് കേട്ടോ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിൽ ചെയ്തു വരുമ്പോൾ ഉണ്ടായിരിക്കുക. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇത് നമുക്ക് ഹെയർ ബാൻഡിലും മേക്ക് ചെയ്തെടുക്കാം, അതുപോലെ ഹെയർ ബണ്ണിലും ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് വേറൊരു സ്റ്റെൻസിൽ വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫെൽറ്റ് ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലും ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ടൈപ്പ് സ്റ്റെൻസിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് പെൻസിൽ കൊണ്ട് ഇതേ രീതിയിലൊന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇതേ രീതിയിലൊന്ന് വരച്ചെടുക്കാം. കണ്ടില്ലേ, നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടില്ലേ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേറൊരു സ്റ്റെൻസിലൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു വെറൈറ്റി ആക്കിയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ മോഡൽ സ്റ്റെൻസിലാണ് എടുത്തിട്ടുള്ളത്. ഇതും നമുക്ക് ഒന്ന് പെൻസിൽ വെച്ചിട്ട് വരച്ചെടുക്കാം. പിന്നെ വരച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നല്ല ശ്രദ്ധിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെയുള്ള സ്റ്റെൻസിൽ മാത്രമല്ല കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഫ്ലവറിൻ്റെ ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ബട്ടർഫ്ലൈ മോഡലുണ്ട്. അതൊക്കെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പിലേക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. എൻ്റെ നമ്പർ എല്ലാ വീഡിയോസിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഏത് മോഡലിൽ വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ചെറുതും അവൈലബിൾ ആണ് കേട്ടോ. ഈ വലുതല്ല, ചെറുത് വെച്ചിട്ടും ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇനി നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി വന്ന ഭാഗത്ത് നിന്നും ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സെൻറ്ററിൽ വെക്കാനായിട്ട്. ഇനി അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്തിട്ടിട്ട് നേരത്തെ കാണിച്ചില്ലേ അതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാൻ നേരത്തെ വീഡിയോ തുടങ്ങുമ്പോഴേ പറഞ്ഞിരുന്നു ഗ്ലൂ ഗണ്ണാണ് നല്ലത്. ഇതേപോലെയുള്ള ഗ്ലൂ എടുക്കുന്ന സമയത്ത് ഈ ഗ്ലിറ്ററൊക്കെ നമ്മളെ കയ്യിലാവുന്നത് കണ്ടില്ലേ. ഗ്ലിറ്ററൊക്കെ കയ്യിലായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വൃത്തികേടായിരിക്കും, ഒട്ടാനും കുറേ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്ലൂ ഗണ്ണാണ് ഏറ്റവും നല്ലത് എന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യാൻ ഗ്ലൂ ഗണ്ണ് തന്നെ വാങ്ങിച്ചോളൂ. പിന്നെ ഗ്ലൂ ഗണ്ണ് നന്നായി ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ സ്റ്റെൻസിൽ വെച്ചിട്ടും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതേ രീതിയിലൊന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു പിന്നെ നേരത്തെ ചെയ്തതിൻ്റെ അതേ ടൈപ്പിലുള്ള സ്റ്റെൻസിൽ വെച്ചിട്ട് ഒന്നുകൂടെ ചെയ്തിരുന്നു. അതുകൂടെ വെച്ച് കൊടുത്തിട്ട് വേറൊരു മോഡലിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇതേപോലെ നമുക്കിത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ നടുക്ക് നമുക്കൊരു ഫ്ലവറോ അല്ലെങ്കിൽ ബീഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു വെറൈറ്റി ആക്കി എടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ നടുക്കായിട്ട് ഒരു ഫ്ലവറാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതും ഞാൻ അലിഗേറ്റർ ക്ലിപ്പിൽ തന്നെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അലിഗേറ്റർ ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഫോം ഫ്ലവറാണ് കേട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഫോം ഫ്ലവർ ഇല്ലെങ്കിൽ ബീഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫോം ഫ്ലവർ ഒട്ടിച്ചു. അപ്പോൾ വേറെ തന്നെ ഒരു ലുക്ക് വന്നില്ലേ.
ഇതേ രീതിയിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളും ഇതേപോലെ തന്നെയൊക്കെ ഉണ്ടാക്കി നോക്കണം. സെയിൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ നല്ല നീറ്റിൽ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ ഈ സ്റ്റെൻസിലൊക്കെ ഉപയോഗിച്ച് ചെയ്ത വർക്കാണ്. ഗ്ലിറ്റർ ഷീറ്റിലും ലെതർ ഷീറ്റിലും ഗ്ലിറ്റർ ഫോം ഷീറ്റിലും ഒക്കെ ചെയ്തിട്ടുള്ളതാട്ടോ. ഇതൊക്കെ ഗ്ലിറ്റർ ലെതർ ഷീറ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്